പരസ്യമേഖലയെ മാറ്റിമറിച്ച ഒരു മലയാളിയെ പരിചയപ്പെടാം. കണ്ണൂർ സ്വദേശിയായ രമേഷ് ബാബു 50 വർഷത്തിലേറെയായി UAE പരസ്യമേഖലയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സുദീർഘകാലം പ്രവർത്തിച്ചതിൻ്റെ അപൂർവതയ്ക്ക് ഗിന്നസ് റെക്കോർഡ് നേട്ടവും അദ്ദേഹത്തെ തേടിയെത്തി. രമേഷ് ബാബുവിൻ്റെ ദുബായ് ബെനിയ സ്ക്വയറിലെ ഓഫീസിലേക്ക് എത്തിയാൽ UAE ചരിത്രമറിയാം. ആദ്യകാല പത്രങ്ങൾ, മാസികകൾ, സ്ലൈഡുകൾ, സിനിമ, റേഡിയോ, TV, പരസ്യ സാമഗ്രികൾ എന്നിവയുടെ ഒരു മ്യൂസിയം തന്നെയാണ് ഈ ഓഫീസ്. UAE പരസ്യ വ്യവസായ രംഗത്തെ ഭീഷ്മാചാര്യനാണ് കണ്ണൂർ സ്വദേശിയായ രമേഷ് ബാബു. 1974 മുതൽ UAE പ്രവർത്തിച്ചു വരികയാണ്. പരസ്യമേഖലയിൽ സുദീർഘകാലം പ്രവർത്തിച്ചതിൻ്റെ അപൂർവതയ്ക്ക് ഗിന്നസ് റെക്കോർഡ് നേട്ടവും തേടിയെത്തി. ഇത് അഡ്വർടൈസ്മെൻറ്റ് ഇത്രയും 47 years 77 days അങ്ങനെയാണ് അവരുടെ കാൽക്കുലേഷൻ. അത് കഴിഞ്ഞ കൊല്ലത്തേക്കാണ് തന്നത്. 2024 വരെയാണ് അവർ അതിൻ്റെ കണക്ക് കൂട്ടിയിട്ടുള്ളത്. അത് ഏത് ബേസ് വെച്ചിട്ട് അത് പറയാൻ അറിയില്ല. ഇപ്പം ജൂലൈ ആയി, അന്നേരം ശരിക്കും ഒരു കൊല്ലം കഴിഞ്ഞ്. അന്നേരം 48 years വേണ്ടതാണ്. അന്നേരം അവർ എനിക്ക് തന്നിട്ടുള്ളത് 47 years 77 days. നാട്ടിൽ ചിത്രരചനയിൽ മറ്റും കഴിവ് തെളിയിച്ചിരുന്ന രമേഷ് 1974 ഏപ്രിൽ 16 മുംബൈയിൽ നിന്ന് കപ്പലിലാണ് UAE എത്തുന്നത്. പ്രവാസത്തിന്റെ ആദ്യകാലത്ത് പല ജോലികളും ചെയ്ത ശേഷമാണ് പരസ്യമേഖലയിൽ പ്രവേശിച്ചത്. 1974 ഏപ്രിൽ 16 ഇവിടെ എത്തിയത്. ദുബായിൽ പോർട്ടിൽ, സീ പോർട്ടിൽ അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലക്ഷറി ഷിപ്പിലാണ് വന്നത്. ഒരു 4 ദിവസം കൊണ്ട് ദുബായിലെത്തി, റാഷിദ് പോർട്ടിൽ. അങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ജോലിക്കെല്ലാം വേണ്ടിയിട്ട് ഇങ്ങനെയെല്ലാം കുറേ നടന്നെല്ലാം കളിക്കുമ്പോൾ ഒരു ചെറിയ 1-2 ജോലി ചെയ്ത് ഓഫീസ് പണി, 2 ഓഫീസിലായിട്ട് അങ്ങനെ പണിയെടുത്ത്. പിന്നെ ഒരു അഡ്വർടൈസിങ് കമ്പനിയിൽ ഒരു ജോലി കിട്ടി. 1977 അജ്മാനിൽ സ്വന്തമായി നയന ഇൻ്റർനാഷണൽ എന്നൊരു കമ്പനി ആരംഭിച്ചു. 1982 ഐ അഡ്വർടൈസിംഗ് എന്ന പേരിൽ റീബ്രാൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പേര് ചെയ്താലും ഇനി സ്വന്തമായിട്ടൊന്നും തുടങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ 1977 അങ്ങനെ സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങി. അജ്മാനിലാണ് തുടങ്ങിയത്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ആദ്യം കുറേ നല്ല നല്ല ക്ലയൻറ്റുകളെല്ലാം ഉണ്ടായിരുന്നു. അന്നേരം അക്കാലത്ത് കലീസ് ടൈംസ്, ഗൾഫ് ന്യൂസ് ഒന്നും വന്നിട്ടില്ല. അന്നേരം അതിനു മുമ്പേ വേറെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, ഒരു ചെറിയ A4 സൈസിലുള്ള. ആ പേപ്പർ മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷിൽ. പിന്നെ അറബിക്കുണ്ട്. അങ്ങനെ അവിടെ നിന്ന് മുതലാണ് തുടക്കം. UAE ആദ്യകാല ഇംഗ്ലീഷ് പത്രങ്ങളായ ഖലീജ് ടൈംസ്, ഗൾഫ് ന്യൂസ്, ഗൾഫ് ടുഡേ തുടങ്ങിയവയ്ക്കും അറബി, മലയാളം പത്രങ്ങൾക്കും എണ്ണമറ്റ പരസ്യങ്ങൾ രമേഷ് ബാബു ചെയ്തു നൽകിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞാലും ഖലീജ് ടൈംസും ഗൾഫ് ന്യൂസും തുടങ്ങി. പിന്നെ അതിന് ശേഷം പിന്നെ മൂന്നാമതൊരു പേപ്പർ ഷാർജയിൽ നിന്ന് ഗൾഫ് ടുഡേ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ തുടങ്ങി. ഡിജിറ്റൽ സംവിധാനങ്ങൾ വരുന്നതിന് മുൻപ് കൈകൊണ്ടായിരുന്നു പരസ്യങ്ങളുടെ രൂപകൽപ്പന. ആദ്യകാലത്ത് കാലിഗ്രഫി പേനകളും സ്പ്രേ പെയിന്റുകൾ ഉപയോഗിച്ചായിരുന്നു പരസ്യങ്ങൾ വരച്ചെടുത്തിരുന്നത്.
മെയിനായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള പെന്നുണ്ട്. അതിനെക്കൊണ്ട് പാർട്ടി വരെ നമുക്കിങ്ങനെ കൺസ്ട്രക്ഷൻ കമ്പനിയാണെങ്കിൽ ഒരു ബിൽഡിങ് എടുക്കുന്നതാണ്. ആ ബിൽഡിങ്ങിൻ്റെ മേലെ നമ്മൾ ഈ സാൻഡില്ലേ, സാൻഡ് വെച്ചിട്ടില്ലേ, അന്നേരം ആ സാൻഡിൻ്റെ ഇതെല്ലാം വെച്ചിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ പിക്ചർ വരക്കും. അതിന് കുറച്ച് സാൻഡെല്ലാം ഇട്ടിട്ട് പിന്നെ ആ ക്രെയിനിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ ഒരു ഇതായിട്ട് പിന്നെ ലേഡർ മാതിരി അല്ല ലേഡറിൻ്റെ ഉണ്ട്, പിന്നെ ഒരു ബക്കറ്റ് മാതിരിയുള്ള സാധനത്തിൽ ഇങ്ങനെ വരുന്ന മാതിരിയുള്ള അത് വരച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ തന്നെ ഷവല്, മറ്റേ ബുൾഡോസർ, ക്രെയിന്, ഇതെല്ലാം കൈകൊണ്ട് തന്നെ വരച്ചിട്ട് കൊടുത്ത കാലം ഉണ്ടായിരുന്നു. അത്ര ഒരു 2-3 കൊല്ലത്തോളം വരച്ചത് തന്നെ ഉണ്ടായിരുന്നു. പല ബ്രാൻഡുകളെയും പ്രശസ്തിയിലേക്ക് എത്തിച്ചത് ഈ പ്രതിഭയുടെ കൈകളായിരുന്നു. രമേഷ് ബാബു വരച്ചു നൽകിയ പരസ്യങ്ങളിലൂടെ പല ഉൽപ്പന്നങ്ങളും ജനമനസ്സുകൾ കീഴടക്കി. അങ്ങനെ ആയി എല്ലാം കൂടി കുറേ നല്ല നല്ല ക്ലയൻറ്റുകളിൽ എനിക്ക് കിട്ടി. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളും, കാനൺ ക്യാമറ, ഓ ജനറൽ, പിന്നെ നിത്തിൻഡോ ഗെയിംസ്, പിന്നെ ഇങ്ങനെ കുറേ ക്ലയൻറ്റുകൾ കിട്ടി. നല്ല ഇൻ്റർനാഷണൽ ഇതിലുള്ളത്. പത്രങ്ങൾക്ക് പുറമെ UAE-ലെമ്പാടും റേഡിയോ, TV, സിനിമാ പരസ്യങ്ങളും രമേഷ് ബാബു ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ മെട്രോ, ബസ് സ്റ്റേഷനുകളിലും ഇദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. പിന്നെ പേപ്പർ ഇൻഡസ്ട്രി കംപ്ലീറ്റ് താഴത്തേക്ക് ഡൗൺ ആയില്ല. അങ്ങനെയാണ് പിന്നെ പേപ്പറിൻ്റെ എല്ലാം കുറയാൻ തുടങ്ങി. പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ മെട്രോയിലേക്ക് കിടന്ന് മെട്രോ അഡ്വർടൈസ്മെൻറ്റിൽ, പിന്നെ ഈ വലിയ ഹൈവേയിലുള്ള വലിയ ബോർഡ് അങ്ങനത്തെ എല്ലാം ഉള്ള അങ്ങനെ തുടങ്ങി. പിന്നെ റേഡിയോ, ടെലിവിഷൻ, മറ്റേ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിലുള്ള പരസ്യങ്ങൾ, ഇവിടുത്തെ റോഡ് മേലുള്ള ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള അതിൻ്റെ മേലെയുള്ള പരസ്യം, പിന്നെ മെട്രോ സ്റ്റേഷൻ്റെ അകത്തുള്ള പരസ്യം നല്ലോണമുണ്ട്. പിന്നെ റേഡിയോൻ്റെ നല്ല പരസ്യം ഉണ്ടായിരുന്നു. റേഡിയോൻ്റെത് പിന്നെ ടെലിവിഷൻ്റെത്, അതെല്ലാം തന്നെ മെയിനായിട്ടുള്ള പരസ്യമുണ്ട്. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും പ്രിയപ്പെട്ട പരസ്യം ഏതെന്ന് ചോദിച്ചാൽ എല്ലാം എന്ന് മറുപടി. ഓരോ പരസ്യത്തിനു പിന്നിലെ കഷ്ടപ്പാടുകൾ വിവരിക്കുമ്പോൾ കേൾക്കുന്നവർക്കും എല്ലാം പ്രിയപ്പെട്ടതാകും. അങ്ങനെ എടുത്ത് പറയാനില്ല, എല്ലാം നല്ല ഇതിൽ തന്നെ. അങ്ങനെ സ്പെഷ്യലായിട്ട് അങ്ങനെ ഒരു ഇതിനൊരു പറയാനില്ല. പരസ്യങ്ങൾ കുറേ ഉണ്ട്, ആയിരക്കണക്കിന് ആർട്ട് വർക്കുകളുണ്ട് ഇവിടെ. ഈ മുറിച്ചിട്ട് ഉണ്ടാക്കിയതും അങ്ങനെയുള്ള അധികമുള്ളത് എല്ലാം കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി ഓരോരോ കഷ്ണം മുറിച്ചിട്ട് ഇങ്ങനെ പറ്റിക്കണം. ഇതെല്ലാം ഇപ്പോൾ അതിൽ പെട്ടതാ, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇളകി വന്നതാ. ഇതാണ് അക്കാലത്തുള്ള ഇതിങ്ങനെ മുറിച്ച് ഇതേണ്ട ഇങ്ങനെ മുറിച്ച് ഒട്ടിച്ചിട്ട് ഓരോരോ ഇതുവരെ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് പറ്റിക്കുന്നുണ്ട്. അങ്ങത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ആർട്ട് വർക്കെല്ലാം ചെയ്തത്, മനസ്സിലായേ? അന്നേരം നിങ്ങളെന്നെ ആലോചിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അതിലുള്ള ലെറ്റർ നോക്കി. ഇതിങ്ങനെ കൈ കൊണ്ട് വരച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ മേലെ ആക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. പരസ്യരംഗത്തെ മാറ്റത്തിനെ രമേഷ് ബാബു വളരെ പോസിറ്റീവായാണ് കാണുന്നത്. ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് ഒരു ഉപദേശവും നൽകുന്നുണ്ട്. ഇനി എന്താ ഭാവി നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി ഇങ്ങനെ വരുമല്ലേ. ഇപ്പോൾ ഒരു AI എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ എന്തെല്ലാം ചെയ്യാൻ പോകുന്ന ആർക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു 5-6 മാസം കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള ഒരു എഫക്റ്റ് ആയിട്ട് വരുന്ന എനിക്ക് തോന്നുന്നു. ഒരു നല്ലത് തന്നെ കാര്യങ്ങൾ. അങ്ങനെ യൂത്ത്സെല്ലാം ഇനി എല്ലാവരും AI-യിലേക്ക് കടക്കുക. അന്നേരം നിങ്ങളെ ഫോട്ടോഗ്രാഫിക്ക് വരുന്ന പരിപാടി വരുമോ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല.
UAEയിലെ ആദ്യകാല വ്യവസായ പ്രമുഖന്മാരുമായും പത്രസ്ഥാപന മേധാവികളുമായും സാംസ്കാരിക പ്രവർത്തകരുമായും രമേഷ് ബാബുവിന് ഉറ്റ ബന്ധമാണ് ഉണ്ടായിരുന്നത്. പല ബന്ധങ്ങളും ഇന്നും അദ്ദേഹം തുടരുന്നു. ഗിന്നസ് റെക്കോർഡിന്റെ തിളക്കത്തിൽ UAEയിലെ പ്രിന്റ് മീഡിയയുടെ ചരിത്രവുമായി രമേഷ് ബാബുവിന്റെ യാത്ര തുടരുകയാണ്.